ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. എന്റെ പൊന്നോ, നമ്മൾക്ക് കിട്ടിയ ഈ ബിൽ നിക്കോൾസിന്റെ ദ വോയിസ് ഓഫ് ഡോക്യുമെന്ററി എന്ന സാധനം വായിച്ചിട്ട് തല കറങ്ങുന്നു. എന്തോന്നാ ഇതൊക്കെ? ഹാ ആ ശരിയാ. ഒറ്റ വായനയിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഡോക്യുമെന്ററിന്ന് കേൾക്കുമ്പോ നമ്മളൊക്കെ വിചാരിക്കും ആ ക്യാമറ വെച്ച് കാണുന്നത് അതേപോലെ കാണിക്കുന്നു എന്ന്. അതെ, ഹിസ്റ്ററി ചാനലിലെ ബോറൻ സാധനം പോലെയോ മറ്റോ? ആ പക്ഷെ അങ്ങനെയല്ല സംഭവം. ഈ ലേഖനം പറയുന്നത് ഈ ഡോക്യുമെന്ററിക്ക് പല പല സ്റ്റൈലുകളുണ്ട്. ഓരോ കാലത്തും ഈ റിയാലിസം എന്ന് പറയുന്ന സാധനം മാറിക്കൊണ്ടിരിക്കും. ഓക്കേ, അപ്പൊ സംഭവം സിമ്പിളല്ല, സ്റ്റൈലൊക്കെ മാറുമത്രേ. വാ, നമുക്കിതൊന്ന് പൊളിച്ചടുക്കി നോക്കാം. ഈ ബിൽ നിക്കോൾസ് എന്താണത്ര പറയാൻ നോക്കുന്നതെന്ന് നമ്മുടെ രീതിയിൽ കുറച്ച് എന്താ പറയാ സിമ്പിളാക്കി മനസ്സിലാക്കാൻ നോക്കാം. അതെ, അപ്പോ ഈ ലേഖനത്തിലെ മെയിൻ ഐഡിയാസും ഒന്ന് നോക്കാം. ഡോക്യുമെന്ററിയുടെ പല മുഖങ്ങൾ. റെഡിയല്ലേ? റെഡി, തുടങ്ങാം. അപ്പോ ആദ്യത്തെ സ്റ്റൈല് ഡയറക്റ്റ് അഡ്രസ് അല്ലെങ്കിൽ ഗിയർസോണിയൻ സ്റ്റൈൽ. പേര് കേട്ടിട്ടെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഏയ്, പേര് കേട്ട് പേടിക്കണ്ട. ഇത് നമുക്ക് നല്ല പരിചയമുള്ളൊരു രീതിയാ. ജോൺ ഗിയേഴ്സൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഡോക്യുമെന്ററി ഫീൽഡിലൊരു പ്രധാനി. ആളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആ, ഇതിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്താന്ന് വെച്ചാൽ, എല്ലാം അറിയുന്ന ഒരാള്, ഒരു സർവജ്ഞാനി എന്ന് വേണമെങ്കിൽ പറയാം. ആള് നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ചു തരും. ഓ, ഓർമ്മയുണ്ട്. പണ്ട് ദൂരദർശനിലൊക്കെ വാർത്ത വായിക്കുന്ന പോലത്തെ ഒരു സൗണ്ട്, ഭയങ്കര ഗാംഭീര്യത്തില്. അത് തന്നെ, ആധികാരികമായൊരു വിവരണം. സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ചിലപ്പോൾ ആ വിവരണത്തിനായിരിക്കും. അതിനെ വോയിസ് ഓഫ് ഗോഡ് എന്നൊക്കെ തമാശയായിട്ട് പറയും. ആ, വോയിസ് ഓഫ് ഗോഡ്, അത് കൊള്ളാം. ലേഖനത്തില് നൈറ്റ് മെയിൽ, മാർച്ച് ഓഫ് ടൈം എന്നൊക്കെ പറയുന്ന പഴയ സിനിമകൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ലക്ഷ്യം നമ്മളെ ഒരു വിഷയം പഠിപ്പിക്കുക എന്നതായിരുന്നു. കുറച്ച് ഡൈഡാക്റ്റിക് ആണ് സംഭവം. ചില സാറന്മാര് ക്ലാസ് എടുക്കും പോലെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, കേട്ടോളൂ എന്ന ഭാവം. അപ്പോ ഈ സ്റ്റൈൽ ഇപ്പോൾ അധികം കാണാറില്ലേ? പൂർണ്ണമായിട്ട് പോയിട്ടൊന്നുമില്ല. TV ന്യൂസിലൊക്കെ ഇപ്പോഴും ഇല്ലേ? പിന്നെ പരസ്യങ്ങളില് ചിലപ്പോ ഈ ഇൻഫർമേഷനലുകളിലൊക്കെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഭയങ്കര അതോറിറ്റിയിൽ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാം. ആ, ശരിയാ. റിയാലിറ്റി ഷോ പ്രൊമോയിലെ ആ ബാസ് കൂടിയ സൗണ്ട്, അതും ഒരു തരം ഈ സ്റ്റൈലല്ലേ? ഒരു പരിധിവരെ പറയാം. ആ ഒരു ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ടോൺ. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റൈൽ. ഒരു സിംഗിൾ വോയിസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അതെ, ഇതിനൊരു പ്രശ്നം ഈ പറയുന്ന ആധികാരികത തന്നെയാവും. ഒരാൾ മാത്രം തീരുമാനിക്കുന്നു എന്താണ് സത്യമെന്നത്. തീർച്ചയായും അതാണ് അടുത്ത സ്റ്റൈലിലേക്കുള്ളൊരു കാരണം. ഈ വോയിസ് ഓഫ് ഗോഡ് രീതിയിലുള്ള ഒരു പ്രശ്നത്തിനുള്ള മറുപടി പോലെയാണ് അടുത്ത സ്റ്റൈൽ വരുന്നത്. ആ, അതാണ് സിനിമ വെരിറ്റെ അല്ലെങ്കിൽ ഒബ്സർവേഷണൽ സ്റ്റൈൽ. ഇതിനെ ഒരു ഒളിഞ്ഞുനോട്ടക്കാരന്റെ രീതി എന്ന് പറയാം, അല്ലേ? ആ, ഒരു തരത്തിൽ അതെ. സിനിമ വരട്ടെ എന്ന് വെച്ചാൽ സത്യസന്ധമായ സിനിമ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഫിൽം മേക്കർ ഒരു ഈച്ച ചുമരിലിരിക്കുന്ന പോലെ, കാര്യങ്ങൾ നടക്കുന്നത് പോലെ അതിൽ ഇടപെടാതെ അതേപടി പകർത്താൻ ശ്രമിക്കുന്നു. ഇവിടെ ആ വോയിസ് ഓഫ് ഗോഡ് ഇല്ല, ഒരു വിശദീകരണവുമില്ല. ഇല്ല, വെറും കാഴ്ചകൾ. ഇത് ശരിക്കും പോപ്പുലറായത് ടെക്നോളജി മാറിയപ്പോഴാ. ഈ കൊണ്ടുനടക്കാവുന്ന ക്യാമറ, പിന്നെ സിങ്ക് സൗണ്ട്, അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമൊക്കെ വന്നപ്പോൾ. ആ, അപ്പൊ ഫിൽം മേക്കർക്ക് ഇങ്ങനെ ഈച്ചയെ പോലെ പറന്ന് നടന്ന് ഷൂട്ട് ചെയ്യാം. ഇത് റിയാലിറ്റി ഷോ അല്ലെങ്കിൽ വ്ളോഗിംഗ് പോലെ ഉണ്ടോ? ബിഗ് ബോസ് പോലെ? ഏയ്, അങ്ങനെയല്ല. റിയാലിറ്റി ഷോയിൽ ഒരുപാട് എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിങ്ങും ഒക്കെ ഉണ്ടാവാം. ഇതിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ, കാഴ്ചക്കാരന് അവിടെ നേരിട്ട് നിൽക്കുന്നൊരു ഫീൽ കൊടുക്കുക. അവർ കാര്യങ്ങൾ കണ്ട് സ്വന്തമായിട്ടൊരു നിഗമനത്തിലെത്തട്ടെ. ഓക്കെ. ലേഖനത്തില് ക്രോണിക്കിൾ ഓഫ് എ സമ്മർ, പ്രൈമറിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ സോൾജർ ഗേൾസ് എന്നൊരു സിനിമയെ പറ്റി പറയുന്നുണ്ടല്ലോ, അമേരിക്കൻ പട്ടാളത്തിൽ ട്രെയിനിങ് എടുക്കുന്ന സ്ത്രീകളെ പറ്റി. അത് നല്ല ഉദാഹരണമാണ്. അതിൽ കമന്ററിയോ ഇന്റർവ്യൂവോ ഒന്നുമില്ല. ക്യാമറ അവരെ ഫോളോ ചെയ്യുന്നു. അവിടെ സംസാരം, ട്രെയിനിങ്, ദേഷ്യം, സങ്കടം ഒക്കെ നമ്മൾ നേരിട്ട് കാണുന്ന പോലെ. അപ്പൊ പട്ടാളത്തിലെ റൂൾസിനേക്കാൾ കൂടുതൽ ആ വ്യക്തികളുടെ ഫീലിംഗ്സിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, നിക്കോൾസ് അതിന് റൊമാൻറ്റിക് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നുണ്ട്. സിസ്റ്റത്തിനോട് ഫൈറ്റ് ചെയ്യുന്ന ആ വ്യക്തിക്കാണ് ഹീറോയിസം. അവസാനം ആ സിനിമയിലൊരു ഡ്രിൽ സർജന്റ് കരയുന്നൊരു സീനൊക്കെ ഉണ്ടത്രേ, ഒരു സിനിമാറ്റിക് ക്ലൈമാക്സ് പോലെ. അപ്പോ ഇത് റിയൽ ആണോ അതോ ഉണ്ടാക്കിയതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അതാണ് പോയിന്റ്.
നമ്മൾ കാണുന്നത് റിയാലിറ്റി ആണെന്ന് തോന്നും. പക്ഷെ ഇതിനും പ്രശ്നമുണ്ട്. ചിലപ്പോ ഈ ഒളിഞ്ഞുനോട്ടം കാരണം എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, അതിന്റെ പിന്നിലുള്ള കഥയെന്താണ് എന്നൊന്നും മനസ്സിലാവില്ല. ശരിയാ. ചില സിനിമ കണ്ടാൽ അവസാനം തോന്നും ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചതെന്ന്. ഒരു പിടിയും കിട്ടില്ല. അത് തന്നെ. പിന്നെ നിക്കോൾസ് വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. ദേ കോളസ് മിസ്ഫിറ്റ്സ് എന്ന സിനിമയിലെ ഒരു ചായ ഉണ്ടാക്കുന്ന സീൻ. ആ, അത് ഞാൻ വായിച്ചു. ഒരു കഥാപാത്രം ടീ ബാഗ് പൊതിഞ്ഞ് പേപ്പർ ഉണ്ടല്ലോ, അത് മാറ്റാതെ വെള്ളത്തിലിട്ട് ചായ ഉണ്ടാക്കുന്നു. അതെ, അയ്യേ, അതിനെന്തിനാ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നത്? വെറുതെ ഒരു കോമഡി ആയിരിക്കോ? നമ്മളാണേൽ എന്തൊരു മണ്ടൻ എന്ന് പറഞ്ഞ് ചിരിച്ചേ. അന്നേരം കാണുമ്പോൾ അതൊരു അശ്രദ്ധയോ മണ്ടത്തരമായി തോന്നാം. പക്ഷെ 10 വർഷം കഴിഞ്ഞ് ഇതേ കഥാപാത്രം ഡ്രഗ് അഡിക്റ്റായി മാറുന്നുണ്ട്. അപ്പോൾ സിനിമ നമ്മളോട് ചോദിക്കുകയാണ്, പണ്ട് കണ്ട ആ ചെറിയ കാര്യം, ഒരു ശ്രദ്ധയില്ലാത്ത പ്രവൃത്തി, അത് അയാളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളുടെ ഒരു സൂചനയായിരുന്നോ? ഓ, അപ്പൊ ഒരു ചെറിയ ഒബ്സർവേഷൻ, അതിന് പിന്നീട് വലിയൊരു അർത്ഥം, ഒരു ആർഗ്യുമെന്റ് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ഓവറല്ലേ? അതാണ് നിക്കോൾസ് പറയുന്ന ഒരു ക്രിറ്റിസിസം. ഈ ഒബ്സർവേഷണൽ സ്റ്റൈല് ശരിക്കും തെളിവും വാദവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നു. നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യം അതുപോലെയാണെന്ന് തോന്നിപ്പിച്ച് ഫിലിം മേക്കറുടെ ഒരു വാദം അതിലൂടെ ഒളിച്ചു കടത്തുന്നു. എന്റെ പൊന്നോ, അപ്പോ ഈ ഒളിഞ്ഞു നോട്ടവും അത്ര നിഷ്കളങ്കമല്ല. ആ നോട്ടത്തിനും ഒരു ലക്ഷ്യമുണ്ട്. കൃത്യം. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റൈല്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അടുത്തത്. ഇന്ന് നമ്മൾ ഒരുപാട് കാണുന്ന ഒരു രീതി. അതാണല്ലേ ഇന്റർവ്യൂ ബേസ്ഡ് സ്റ്റൈൽ. ആളുകൾ ക്യാമറ നോക്കി സംസാരിക്കുന്നു, സ്വന്തം കഥ പറയുന്നു. അതെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ പറയാം. വ്യക്തിപരമായ അനുഭവങ്ങൾക്ക്, ഓർമ്മകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു. നിക്കോൾസൺ ഉദാഹരണമായിട്ട് റോസി ദ റിവറ്റർ എന്നൊരു സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്തായിരുന്നു? അത് 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയിലെ ഫാക്ടറികളിൽ ജോലിക്ക് പോയ സ്ത്രീകളെക്കുറിച്ചാണ്. സിനിമയിൽ ഇപ്പോഴത്തെ അവരുടെ ഇന്റർവ്യൂസ് ഉണ്ട്. അതിന്റെ കൂടെ അന്നത്തെ കാലത്തെ ഗവൺമെന്റ് ന്യൂസ് റീലുകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട്? അതാണ് രസം. ഇന്റർവ്യൂവിൽ ഈ സ്ത്രീകൾ പറയുന്നത് അവർക്ക് കിട്ടിയ കുറഞ്ഞ ശമ്പളം, നേരിട്ട വിവേചനം, കഷ്ടപ്പാടുകളൊക്കെയാണ്. എന്നാൽ പഴയ ന്യൂസ് റീലിൽ എന്താ കാണിക്കുന്നത്? ഭയങ്കര ഹാപ്പിയായിട്ട് രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളെ, ഒരു പ്രൊപ്പഗാൻഡ പോലെ. ഓ, അപ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര കോൺട്രാസ്റ്റ് ആണല്ലോ. ഔദ്യോഗിക ചരിത്രവും വ്യക്തിപരമായ അനുഭവവും തമ്മിലുള്ള ഒരു ക്ലാഷ്. ഇത് കൊള്ളാമല്ലോ. അതെ, ഇത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ മറക്കപ്പെട്ട ചരിത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കാൻ പറ്റിയ ഒരു രീതിയാണ്. ഈ തൊഴിലാളി സമരങ്ങളെക്കുറിച്ചുള്ള യൂണിയൻ മേഡ്സ്, ദ വോബ്ലീസ് പോലുള്ള സിനിമകളും ഈ രീതി ഉപയോഗിച്ചിട്ടുണ്ട്. വോയിസ് ഓഫ് ഗോഡ് പോലെ ഒരാൾ വന്നു പറയുന്നതിനേക്കാൾ അനുഭവിച്ചവർ നേരിട്ട് പറയുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ശരിയാ. പക്ഷെ ഇതിനും പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. ഒന്ന്, ചിലപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെ സിനിമ അങ്ങ് എന്താ പറയുക, ഹീറോസ് ആക്കും. അവർ പറയുന്നത് അതേപടി വിശ്വസിക്കും, അതിനെ ചോദ്യം ചെയ്യില്ല. നിക്കോൾസ് ദ ഡേ ആഫ്റ്റർ ട്രിനിറ്റി എന്ന സിനിമയെപ്പറ്റി പറയുന്നുണ്ട്. ഓപ്പൺഹൈമർ, ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കിയ ആള്. അതിലൊരുപാട് സയന്റിസ്റ്റുകളുടെ ഇന്റർവ്യൂസ് ഉണ്ട്. പക്ഷേ ആ ബോംബുണ്ടാക്കിയതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇരകളുടെ ഭാഗം, അതൊന്നും അധികം ചർച്ച ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ഭാഗം മാത്രം കേൾക്കുന്ന പോലെ. അപ്പോ സിനിമയ്ക്ക് സ്വന്തമായൊരു ശബ്ദമില്ലാതാവുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ ശബ്ദം മാത്രമായി ഒതുങ്ങുന്നു. അതൊരു പോയിന്റ്. പിന്നെ വേറൊന്ന്, ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെ കാണിക്കുന്ന രീതി, അവരുടെ ഓർമ്മകൾ പോലും. അവർക്ക് ഓർമ്മയുള്ളത് അല്ലെങ്കിൽ പറയാൻ ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും പറയുന്നത്. അവരെ ചിലപ്പോൾ പ്രത്യേക സ്ഥലങ്ങളിലിരുത്തി ഷൂട്ട് ചെയ്യും. യൂണിയൻ മെയ്ഡ്സ്, വോബ്ലീസൊക്കെ നോക്കിയാൽ അവരെ യൂണിയൻ ഹാളിലോ കൃഷിസ്ഥലത്തൊക്കെ ഇരുത്തിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഐക്കോണിക് ഫ്രെയിം ഉണ്ടാക്കാൻ. ശരിയാ. ആ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലെ ആവാനും സാധ്യതയുണ്ട്. അതെ. പക്ഷേ എമിൽ ഡി ആന്റോണിയോ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ ഈ ഇന്റർവ്യൂസിനെ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓഹോ, അതെങ്ങനെ? ആന്റോണിയോ ആളുകൾ പറയുന്നത് അതേപടി എടുക്കില്ല. പകരം ഡിഫറന്റ് അഭിപ്രായങ്ങളുള്ള ഇന്റർവ്യൂകൾ, അല്ലെങ്കിൽ ഒന്നിന് വിപരീതമായ മറ്റൊന്ന്, അതൊക്കെ അടുപ്പിച്ചടുപ്പിച്ചു വെക്കും. ജക്സ്റ്റപോസ് ചെയ്യും എന്ന് പറയില്ലേ? അപ്പൊ ആ ഇന്റർവ്യൂകൾ തമ്മിലുള്ള ഒരു ടെൻഷനിൽ നിന്ന് സിനിമയുടെ സ്വന്തം ഒരു നിലപാട്, ഒരു ടെക്സ്ച്വൽ വോയിസ് വരും. സിനിമ നേരിട്ടൊന്നും പറയില്ല, പക്ഷേ ആ എഡിറ്റിങ്ങിലൂടെ ഒരു പോയിന്റ് കൺവേ ചെയ്യും. ഇൻ ദ ഇയർ ഓഫ് ദി പിഗ് എന്ന വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ചുള്ള സിനിമ അങ്ങനെയുള്ള ഒന്നാണ്. ഓക്കേ,
അപ്പോ ഇന്റർവ്യൂ വെച്ചും ബുദ്ധിപരമായിട്ട് സിനിമയ്ക്ക് സംസാരിക്കാം, ചുമ്മാ ആളുകൾ പറയുന്നത് കേട്ട് വിശ്വസിക്കാതെ. അതെ. അപ്പോൾ ഈ സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ടത് അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴും അതിനെ ക്രിട്ടിക്കലായിട്ട് സമീപിക്കണം. സിനിമയുടെ സ്വന്തം കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കണം. ക്ലിയർ. ഇനി നാലാമത്തെ സ്റ്റൈല്, ഇത് കുറച്ച് പുതിയതാണെന്നും എന്നാൽ പഴയ സ്വാധീനമുണ്ടെന്നും പറഞ്ഞു. സെൽഫ് റിഫ്ലെക്സീവ് സ്റ്റൈൽ. അതെ, പേര് പോലെ തന്നെ സിനിമ സ്വയം ഒരു സിനിമയാണെന്ന്, ഒരു നിർമ്മിതിയാണെന്ന് തിരിച്ചറിയുന്ന, അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നൊരു രീതി. സിനിമയ്ക്കുള്ളിലെ സിനിമ പോലെ. അതെ, അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നേ? ഇവിടെ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് റിയാലിറ്റിയെ അതേപോലെ കാണിക്കുന്ന കണ്ണാടിയല്ല, അതൊരു പുനരവതരണം, റീപ്രസന്റേഷൻ ആണെന്ന് സിനിമ തന്നെ സമ്മതിക്കും. ഫിലിം മേക്കർ ഒരു ഒളിഞ്ഞു നോട്ടക്കാരനല്ല, ഈ അർത്ഥമുണ്ടാക്കുന്ന പ്രോസസ്സിൽ അയാളും ഒരു ഭാഗമാണെന്ന് കാണിക്കും. അപ്പോ ഫിലിം മേക്കറുടെ പ്രസൻസ് സിനിമയിൽ കാണിക്കുമോ? കാണിക്കാം, പല രീതിയിൽ. ചിലപ്പോൾ ഒബ്സർവേഷൻ സ്റ്റൈലിൽ ഷൂട്ട് ചെയ്യും, ഇന്റർവ്യൂ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ ഫിലിം മേക്കർ ചോദ്യം ചോദിക്കുന്നത് കേൾപ്പിക്കുകയോ കാണിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കും, ഇന്റർടൈറ്റിൽസ് ഉപയോഗിച്ച്. നിക്കോൾസ് പറയുന്ന വെഡിംഗ് ക്യാമൽസ് എന്ന സിനിമ ഓർക്കുന്നു. കെനിയയിലെ തുർക്കാന ഗോത്രത്തിന്റെ കല്യാണം. അതിൽ ഫിലിം മേക്കേഴ്സ് കഥാപാത്രങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഉദാഹരണത്തിന് ഞങ്ങൾ അക്ക എന്ന സ്ത്രീയോട് ചോദിച്ചു എന്നൊക്കെ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ട് അവരുടെ മറുപടി കാണിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് ഫൈനൽ പ്രോഡക്റ്റ് മാത്രമല്ല, അതുണ്ടാക്കുന്ന പ്രോസസ്സും കൂടിയാണ്. അപ്പോ സിനിമയുടെ ആ ഒരു നിർമ്മാണ രീതിയെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുകയാണ്. ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയ സത്യം എന്നല്ല, ഇങ്ങനെയാണ് ഞങ്ങൾ ഈ സത്യത്തെ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അതെ, ഇത് ഒരു തരത്തിൽ കൂടുതൽ സത്യസന്ധമാണെന്ന് വാദിക്കാം. കാരണം അത് യാഥാർത്ഥ്യം അതുപോലെ പകർത്തുന്നു എന്ന് കള്ളം പറയുന്നില്ല. ഇത് കാഴ്ചക്കാരനെ കുറച്ചുകൂടി ആക്റ്റീവാക്കും. വെറുതെ കണ്ട് വിശ്വസിക്കാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഒത്തിരി കൺഫ്യൂസിംഗ് ആകുമോ? പക്ഷേ കൂടുതൽ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അഭിമുഖം വിശ്വസിക്കണോ വേണ്ടയോ, ഒബ്സർവേഷൻ ശരിയാണോ എന്നൊക്കെയുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് മറുപടി തരുന്നുണ്ട്. അതെ, ഇതിലെ പ്രധാന ഐഡിയ അതാണ്. ഡോക്യുമെന്ററി ഒരു റെപ്രസെന്റേഷനാണ്, ഒരു കൺസ്ട്രക്ഷനാണ് എന്ന് തിരിച്ചറിയുക, ആ പ്രോസസ്സിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോ 4 സ്റ്റൈലുകളും നമ്മൾ ചുരുക്കി പറഞ്ഞു. 1, ബോസ് പറയുന്ന പോലെ കേൾക്കുക സ്റ്റൈൽ, അതായത് ഡയറക്റ്റ് അഡ്രസ്. 2, ഒളിക്യാമറ സ്റ്റൈൽ, സിനിമ വെറിറ്റ്. 3, ചോദ്യമുത്തരം സ്റ്റൈൽ, ഇന്റർവ്യൂ ബേസ്ഡ്. 4, ഞാൻ ഇതൊരു സിനിമയാക്കുന്നേ എന്ന് പറയുന്ന സെൽഫ് റിഫ്ലെക്സീവ് സ്റ്റൈൽ. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. ഈ 4 സ്റ്റൈലുകളെയും അല്ലെങ്കിൽ ഡോക്യുമെന്ററിയെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നൊരാശയമാണ് അവസാനം പറയുന്നത് ഡോക്യുമെന്ററിയുടെ ശബ്ദം, വോയിസ് ഓഫ് ഡോക്യുമെന്ററി. ഈ ശബ്ദം എന്ന് വെച്ചാൽ ആ വോയിസ് ഓഫ് ഗോഡ് മാത്രമല്ല അല്ലേ? അല്ല, അതിനേക്കാൾ വലിയ അർത്ഥമുണ്ട്. ഒരു സിനിമ അതിന്റെ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്, എന്ത് കാഴ്ചപ്പാടാണത് മുന്നോട്ട് വയ്ക്കുന്നത്, എന്ത് വാദമാണത് ഉന്നയിക്കുന്നത്, ഇതെല്ലാമാണ് ആ സിനിമയുടെ ശബ്ദം. അപ്പോൾ ഈ ശബ്ദം എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുക? അത് സിനിമയുടെ എല്ലാ എലമെന്റ്സിലും കാണും. എങ്ങനെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, ക്യാമറ ആംഗിൾസ്, ഏതൊക്കെ ഷോട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മ്യൂസിക് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇന്റർവ്യൂ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, കഥ പറയുന്ന രീതി, ഇതെല്ലാം ചേർന്നാണ് ആ സിനിമയുടെ ഓവറോൾ ശബ്ദമുണ്ടാകുന്നത്. അപ്പോൾ ഒരു സിനിമ ഞാൻ ന്യൂട്രലാണ് എന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങളിലൂടെ അതിനൊരു ശബ്ദമുണ്ടാവും? തീർച്ചയായും, ഒരു ചോയ്സും ന്യൂട്രൽ അല്ല. അപ്പോൾ നിക്കോൾസ് പറയുന്നൊരു കാര്യം, ചില പുതിയ ഡോക്യുമെന്ററികൾക്ക് ഈ ശബ്ദം കുറവാണെന്നാണ്. ഒന്നുകിൽ വെറുതെ നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്നവർ പറയുന്നത് അതേപടി റിപ്പോർട്ട് ചെയ്യുന്നു. ഫിലിം മേക്കർക്ക് സ്വന്തമായിട്ടൊരു സ്ട്രോങ് പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. അപ്പോ ഫിലിം മേക്കർക്ക് സ്വന്തമായി ഒന്നും പറയാനില്ലേന്നൊരു തോന്നല് വരും. അതെ, ഒരു വിഷയമെടുക്കുമ്പോൾ അതിനെപ്പറ്റി എന്ത് പുതിയ കാഴ്ചപ്പാടാണ് ഈ സിനിമ തരുന്നത്, എന്താണ് ഇതിന്റെ നിലപാട്, അതാണ് ആ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ കുറച്ച് ഇൻഫർമേഷൻ തരുന്നത് മാത്രമല്ല. ഗംഭീരം. അപ്പോ ഈ ലേഖനം ശരിക്കും ഡോക്യുമെന്ററിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ കുറച്ചുകൂടി ഡീപ്പാക്കി. 4 സ്റ്റൈലുകൾ നമ്മൾ കണ്ടു: ഡയറക്റ്റ് അഡ്രസ്, സിനിമ വെറിറ്റെ, ഇന്റർവ്യൂ, സെൽഫ് റിഫ്ലെക്സീവ്. ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഡോക്യുമെന്ററി എന്ന് പറയുന്നത് വെറും റിയാലിറ്റി അല്ല, അത് റിയാലിറ്റിയെക്കുറിച്ചുള്ള ഒരു റെപ്രസെന്റേഷനാണ്, ഒരു ആർഗ്യുമെന്റാണ്. ഓരോന്നിനും അതിൻ്റേതായ ഒരു ശബ്ദമുണ്ട്. അതെ. അപ്പോൾ നമ്മളിനിയൊരു ഡോക്യുമെന്ററി കാണുമ്പോൾ ഇത് സത്യമാണോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഈ സിനിമ എന്താണ് പറയാൻ നോക്കുന്നത്, എന്തു പോയിന്റാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. ശരിയാണല്ലേ?
നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലോ ഒക്കെ സ്റ്റോറി ഇടുന്നതോ പോസ്റ്റ് ചെയ്യുന്നതോ ഒക്കെ അതും ഒരു തരത്തിൽ നമ്മുടെ ഒരു മിനി ഡോക്യുമെന്ററി അല്ലേ? ആലോചിച്ചു നോക്കിയാൽ അതെ. നമ്മൾ നമ്മുടെ ലൈഫിലെ റിയാലിറ്റി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? എന്ത് ഫോട്ടോ ഇടണം, എന്ത് വീഡിയോ ഇടണം, എന്ത് ക്യാപ്ഷൻ കൊടുക്കണം? അതെ, എന്ത് ഫിൽട്ടർ ഉപയോഗിക്കണം, ഇതൊക്കെ നമ്മുടെ ഓരോ ചോയ്സ് അല്ലേ? അതിലൂടെ നമ്മളും ഒരു ശബ്ദം, ഒരു ഇമേജ് ഉണ്ടാക്കുകയാണ്. വാവ്, അത് ശരിയാണ്. നമ്മൾ ഏത് ഡോക്യുമെന്ററി സ്റ്റൈലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ വോയിസ് ഓഫ് ഗോഡ് പോലെ ഭയങ്കര അറിവുള്ള പോലെ ക്യാപ്ഷൻ ഇടും. ചിലപ്പോൾ ഒന്നും മിണ്ടാതെ ഒബ്സർവേഷനലായി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും. ചിലപ്പോൾ കൂട്ടുകാരുമായുള്ള കോൺവെർസേഷൻ ഇന്റർവ്യൂ പോലെ ഷെയർ ചെയ്യും. അതെ, ഓരോന്നിനും അതിൻ്റെതായ ഒരു ശബ്ദമുണ്ട്, ഒരു പ്രത്യേക വൈബുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്ത തവണ ഒരു ഡോക്യുമെന്ററി കാണുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം സോഷ്യൽ മീഡിയ ഫീഡ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ശബ്ദത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഏത് സ്റ്റൈലാണ് കാണുന്നത്? എന്താണതിന്റെ പിന്നിലെ ഉദ്ദേശം? തീർച്ചയായും നല്ലൊരു ചിന്തയാണത്. അപ്പോൾ ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ലേഖനം ഡോക്യുമെന്ററിയെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എന്തിനേയും എങ്ങനെ സമീപിക്കണം എന്ന് ചിന്തിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ശരി, അടുത്ത തവണ വേറൊരു ടോപ്പിക്കുമായി കാണാം. ദി ഡീപ് ഡൈവ് കേട്ട എല്ലാവർക്കും നന്ദി.